നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ ഇന്ത്യക്ക് വലിയ ബാധ്യതയായി തീർന്നിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റായി മോദി സൗത്ത് ആഫ്രിക്കയിൽ G20 സമ്മിറ്റിൽ പോയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി തീർന്നിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ മന്ത്രിമാരും MP-മാരും പ്രമുഖ വ്യക്തികളും ഉൾപ്പെടെയുള്ളവർ മോദിയുടെ ഈ സൗത്ത് ആഫ്രിക്കൻ യാത്രയിലെ വിഡ്ഢിത്തരങ്ങളെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെ തരം താഴുമ്പോൾ മോദി മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇത് മോദിക്ക് മാത്രമല്ല രാജ്യത്തിനു കൂടി വലിയ നാണക്കേടാണ് എന്നുള്ളതാണ്. മോദി സൗത്ത് ആഫ്രിക്കയിൽ G20 സമ്മിറ്റിന് പങ്കെടുത്തതിന്റെ പൊള്ളത്തരങ്ങളും സൗത്ത് ആഫ്രിക്കയിലെ മന്ത്രിമാരും MP-മാരും പ്രമുഖ പൗരന്മാരും ഉൾപ്പെടെയുള്ളവർ മോദിയെ സോഷ്യൽ മീഡിയയിലൂടെ നാണം കെടുത്തുന്നതിൻ്റെയും കൃത്യമായ വിവരങ്ങൾ തെളിവ് സഹിതം നമുക്ക് കാണാം. അതുപോലെ ഈ അടുത്ത കാലങ്ങളിലായി പല പ്രധാനപ്പെട്ട വിദേശ സന്ദർശനങ്ങളും മോദി ഒഴിവാക്കിയത് എന്തിനാണെന്നും എന്നാൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിൽ ഒഴിവാക്കാതെ പങ്കെടുക്കാനുള്ള കാരണവും കൃത്യമായി മനസ്സിലാക്കാം. മോദി മീഡിയകളുടെയും മോദിയുടെയും പൊള്ളത്തരങ്ങൾ യാതൊരു മറവുമില്ലാതെ സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ തെളിവുകളോടെ കാണിച്ചു തരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഈ അടുത്ത കാലത്ത് വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടന്ന രണ്ട് പ്രധാന കാര്യങ്ങളിൽ മോദി പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. വിദേശ രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കുന്ന വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യാതൊരു അവസരവും മോദി ഒഴിവാക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യത്ത് ഭീകരാക്രമണം നടന്നപ്പോൾ പോലും വിദേശയാത്രകൾ ഒഴിവാക്കാൻ മോദി തയ്യാറായിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ തീവ്രവാദ ആക്രമണം നടന്നപ്പോൾ നേപ്പാളിലേക്ക് രാജാവിന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ മോദി ഒളിച്ചോടിയ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് കെട്ടിപ്പിടിക്കുകയും ഫോട്ടോ എടുക്കുകയും അത് നാട്ടിലെ മന്ദഭക്തന്മാരുടെ ഇടയിൽ പ്രചരിപ്പിച്ച് താൻ വിശ്വഗുരുവാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരവും മോദി നഷ്ടപ്പെടുത്തുകയില്ല. എന്നാൽ ഒക്ടോബർ അവസാന വാരം മലേഷ്യയിൽ വെച്ച് നടന്ന ആസിയാൻ സമ്മിറ്റിൽ മോദി പങ്കെടുത്തില്ല. അതിന്റെ ചില ചിത്രങ്ങളാണ് ഇവയൊക്കെ. ഇതിൽ പ്രധാനപ്പെട്ട ലോക നേതാക്കളെയെല്ലാം നമുക്ക് കാണാം. എന്നാൽ മോദി മാത്രം ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുത്തില്ല. അതിന് ഒറ്റ കാരണം എന്താണ് എന്നല്ലേ? ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഗാദറിംഗ് ആയിരുന്നു ഇസ്രയേൽ പാലസ്തീൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയത്. അതിലും നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നതാണ്. അതിന്റെ ചിത്രങ്ങളാണ് ഇവയൊക്കെ. ഇതിലും ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് കാണാം. വളരെയേറെ രാജ്യങ്ങളുടെ കൊടികളും കാണാം. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ ചിത്രങ്ങളിലൊന്നും കാണാനില്ല. ഇത്രയേറെ ലോകത്തിലെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയും മോദി ഒഴിവാക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ട്രംപ് പങ്കെടുക്കുന്നതിനാൽ 56 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്ന് അവകാശപ്പെടുന്ന 5 ഇഞ്ച് നെഞ്ചളവുള്ള മോദി ട്രംപിനെ വളരെയേറെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മോദിക്കറിയാം ട്രംപ് പങ്കെടുക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ ചെന്നുപെട്ടാൽ ട്രംപ് പരസ്യമായി മോദിയെ മുന്നിൽ നിർത്തി പറയും താനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം മോദിയെ ഭയപ്പെടുത്തി നിർത്തലാക്കിയത് എന്ന്. അതിനെ പ്രതിരോധിക്കാനോ എതിർത്ത് പറയാനോ ഉള്ള തന്റെ ഇടമോ വിവേകമോ മോദിക്കില്ല. ഇനി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഈ G20 സമ്മിറ്റിൽ മോദി പങ്കെടുക്കാൻ കാരണം ട്രംപ് ഇതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു എന്നുള്ളത് മാത്രമാണ്. ട്രംപ് പങ്കെടുത്തിരുന്നെങ്കിൽ മോദി അതിന്റെ 7 അയലത്ത് പോലും പോവുകയില്ലായിരുന്നു. സൗത്ത് ആഫ്രിക്കയുമായി ട്രംപ് വലിയ ഭിന്നതയിലാണ് എന്നതിനാലാണ് G20യുടെ അധ്യക്ഷ സ്ഥാനം സൗത്ത് ആഫ്രിക്കയ്ക്ക് കൈമാറുന്ന ഈ ചടങ്ങിൽ പോലും ട്രംപ് പങ്കെടുക്കാതിരുന്നത്. ട്രംപ് വരികയില്ല എന്നറിഞ്ഞതോടുകൂടി മോദി സൗത്ത് ആഫ്രിക്കയിലേക്ക് പറന്നെത്തി. മോദിയുടെ എല്ലാ വിദേശ സന്ദർശനങ്ങളും പോലെ തന്നെയുള്ള അളിഞ്ഞ ചേരുവകകൾ ചേർന്നതായിരുന്നു ഈ വിദേശ സന്ദർശനവും. സൗത്ത് ആഫ്രിക്കയിലുള്ള ഗുജറാത്തി സംഖ്യകളെ കൊണ്ട് മോദി മോദി വിളിപ്പിക്കുക, ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യൻ വംശജരുടെ ഡാൻസും പാട്ടും ആസ്വദിക്കുക, അളിഞ്ഞു കയറി വിദേശ നേതാക്കളെ കെട്ടിപ്പിടിക്കുക, ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയുള്ള ഊളൻ ചിരിച്ചിരിക്കുക. ഉടനെ തന്നെ ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആസാമിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് കുടിയേറിയവരുടെ ഡാൻസും സെറ്റപ്പ് ചെയ്യാൻ അവർ മറന്നില്ല. ഇനി ഏറ്റവും ലജ്ജിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിലെ മന്ത്രിമാരും MP-മാരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പൗരന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും മോദിയുടെ ഈ ചീള് പ്രവൃത്തികളെ സോഷ്യൽ മീഡിയയിലൂടെ നാണം കെടുത്തുകയാണ് എന്നുള്ളതാണ്. സംഘികൾക്ക് നാണവും മാനവും വിവേകവും ഇല്ലാത്തതിനാൽ ഇത് യാതൊരു പ്രശ്നവുമില്ല എന്നറിയാം. ഇങ്ങനെ മോദിയെ തുറന്നു ട്രോളുന്ന സൗത്ത് ആഫ്രിക്കയിലെ
പ്രമുഖ വ്യക്തികളുടെ കുറെ ട്വീറ്റുകൾ നമുക്ക് കാണാം. ഇവിടെ BJPയുടെ എക്സ് ഹാൻഡിൽ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് കണ്ടോ? പറഞ്ഞിരിക്കുന്നത് മോദി ലോക സ്റ്റേജിൽ നടക്കുമ്പോൾ ഇന്ത്യ തിളങ്ങുന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്ന പ്രധാന വിഡ്ഢിത്തരങ്ങൾ മുകളിൽ മുതൽ എഴുതിയിരിക്കുന്നത് കാണാം. മോദി വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ ബഹുമാനവും പ്രശംസയും ആദരവും കൊണ്ട് ലോക നേതാക്കൾ എഴുന്നേൽക്കുന്നു. ജോഹനാസ്ബർഗിൽ കണ്ടത് വളരെ അപൂർവമായ കാര്യമാണ്. നേതാക്കളും പ്രതിനിധി സംഘങ്ങളും മോദിയോടുള്ള ആദരസൂചകമായി താണു വീണു വണങ്ങുകയാണ്. ചരിത്രം സൃഷ്ടിക്കുന്നവർക്ക് മാത്രം ലോകം കരുതി വച്ചിരിക്കുന്ന പ്രത്യേകമായ ആദരവ്. മന്ദഭക്തരെല്ലാം ഇത് കണ്ട് കോൾമയിർ കൊള്ളുകയാണ്. ഇവിടെ നേതാക്കളല്ല, ഒരു നാടോടി ഡാൻസ് പ്രകടനം നടത്തിയ ആളുകളാണ് അവിടെ നിലത്ത് വീണ് നമിക്കുന്നത്. ഇത് മോദിക്ക് മാത്രം കിട്ടിയ വലിയ ആദരവാണ് എന്ന് സ്ഥാപിക്കാനാണ് തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത സംഘിക്കൂലികൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തിയ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസിന്റെ മുന്നിലും ഈ നൃത്തം അവതരിപ്പിച്ച അവർ താണു വീണു വണങ്ങുന്ന ഈ ചിത്രം കണ്ടോ? വളരെയേറെ സൗത്ത് ആഫ്രിക്കക്കാരാണ് സംഘികൾ ഇത് മോദിക്ക് മാത്രം കിട്ടിയ ആദരവാണ് എന്ന് പറഞ്ഞ് കള്ളപ്രചാരണം നടത്തുന്നതിനെ കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പ്രമുഖ 2 രൂപ കൂലിയായ ഋഷി ബാഗ്രെ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്, ഒരു നേതാവിനെ കണ്ടപ്പോൾ ആളുകൾ നിലത്ത് വീണ് കുമ്പിടുകയാണ്. ഇതാണ് ലോകമെല്ലാം മോദിക്ക് കിട്ടുന്ന ആദരവ് എന്ന്. അതിനു മറുപടിയായി സൗത്ത് ആഫ്രിക്കയിലെ മന്ത്രി എഴുതിയിരിക്കുന്നത് കണ്ടോ? അല്ലയോ ബാഗ്രെ, ഇത് യൂലോഷ എന്ന് പറയുന്ന ഒരു സ്വാഗത രീതിയാണ്. അത് വളരെയേറെ വേണ്ട സ്ത്രീകളുടെ ഇടയ്ക്കുള്ള ബഹുമാന്യമായ ഒരു സംബോധനാ രീതിയാണ്. അത് കാണിക്കുന്നത് അവരുടെ വലിയ വിനയമാണ്. ഇവർ സൗത്ത് ആഫ്രിക്കയിലെ മന്ത്രിയാണ് എന്ന് കണ്ടല്ലോ അല്ലേ? അവർ വരെ ഈ 2 രൂപ കൂലിക്കാരെ കളിയാക്കുകയാണ് ഇത്തരം തരംതാണ PR സ്റ്റണ്ട് നടത്തുന്നതിൽ. ഇവരെ കൂടാതെ വളരെയേറെ ആളുകളാണ് ഇത് മോദിയെ നമിച്ചതല്ല, അവരുടെ പരമ്പരാഗതമായ രീതിയാണ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും ഇവർ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് സൗത്ത് ആഫ്രിക്കൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഹാൻഡിൽ എഴുതിയിരിക്കുന്നത്, ഇത് പരമ്പരാഗതമായ ഗ്രീറ്റിംഗ് ആണ്. സ്ത്രീകൾ ഒരു സൈഡിൽ ചെരിഞ്ഞു കിടന്ന് തല കുനിച്ചുകൊണ്ടുള്ള 2 കൈകളും കൂപ്പിക്കൊണ്ട് നടത്തുന്നത്. ഇതിന് യൂലോഷ എന്നാണ് പറയുന്നത്. അതുപോലെ അവരുടെ ഹെറിറ്റേജ് മാസത്തിൽ യൂലോഷ ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത് കണ്ടോ? ഇനി മോദിയുടെ ഈ PR സ്റ്റണ്ടുകളെ കളിയാക്കിക്കൊണ്ട് വളരെയേറെ പ്രധാന സൗത്ത് ആഫ്രിക്കൻ ആളുകൾ എഴുതിയിരിക്കുന്നത് കണ്ടാൽ ഇന്ത്യക്കാരായ നമ്മൾ നാണിച്ച് തല താഴ്ത്തണം. മോദി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം പങ്കുവച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ MP അതിനെ കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? മോദിയേക്കാൾ അധികമായി മറ്റൊരാളും G20 സമ്മിറ്റ് മുതലെടുത്തില്ല. ഇതിന് താഴെ വളരെയേറെ ആളുകൾ കമന്റ് ഇട്ടപ്പോൾ അവർ എഴുതിയ ചില മറുപടികൾ കണ്ടോ? മുടക്കിയ പണത്തിന് ലാഭം ഉണ്ടാക്കുകയാണ്. മറ്റൊരാൾ പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് താഴെ അവർ എഴുതിയിരിക്കുന്നത്, ഞാൻ അവസാനിപ്പിച്ചു സഹോദരി എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അടുത്ത സൗത്ത് ആഫ്രിക്കക്കാരൻ എഴുതിയിരിക്കുന്നത്, മോദി എന്നാൽ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ അനുവാദം ചോദിക്കുകയോ ഏത് മുറിയിലാണ് ഉറങ്ങേണ്ടത് എന്ന് ചോദിക്കുകയോ ചെയ്യാത്ത വിരുന്നുകാരനെ പോലെയാണ്. തോന്നിയതുപോലെ നാണമില്ലാതെ ചെയ്യും എന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ് ഇതുപോലെ ട്രോൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇനി വേറെ ഒരു സൗത്ത് ആഫ്രിക്കക്കാരൻ എഴുതിയിരിക്കുന്നത്, ഈ മനുഷ്യൻ ഇവിടെ വന്നതിൽ വളരെ സന്തുഷ്ടനാണ്. അയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റുകളുടെ എണ്ണം കണ്ടോ? ഞാൻ ആണയിടുകയാണ്, ടൈം ലൈനിൽ എല്ലായിടത്തും ഇയാൾ ഉണ്ട് എന്ന്. വേറെ ഒരാൾ എഴുതിയിരിക്കുന്നു, മോദിയുടെ മീഡിയ ടീം കളിക്കുകയല്ല എന്ന്. എന്നിട്ട് വലിയ ഒരു ചിരിയും ചിരിക്കുന്നു. അടുത്തയാൾ എഴുതിയിരിക്കുന്നത്, മുതുക്കൻ ഇന്ത്യയിലുള്ള ആളുകളെ എല്ലാത്തിനെക്കുറിച്ചും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെക്കുറിച്ചും എവരിത്തിങ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? കക്കൂസിൽ പോകുന്നത് ഒഴികെ എല്ലാം മോദി പോസ്റ്റ് ചെയ്യും എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. ഇവിടെ മോദി ഒരു അമ്മായിയുടെ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് കേൾക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു സൗത്ത് ആഫ്രിക്കക്കാരി എഴുതിയിരിക്കുന്നത്, അമാൻഡിയ അവരുടെ യഥാർത്ഥ പ്രസിഡന്റിനെ അവസാനം കണ്ടുമുട്ടിയിരിക്കുകയാണ് എന്നാണ്. ഇവിടെ അമാൻഡിയ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യക്കാർക്ക് എതിരെയുള്ള അധിക്ഷേപ വാക്കാണ്. ഇനി വേറൊരു സ്ത്രീ എഴുതിയിരിക്കുന്നത്, ബെസ്റ്റ് G20 വ്ളോഗറാണ് എന്നാണ്. ചോമിക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. വേറൊരാൾ മോദിയെ പോലെ ആസ്വദിച്ച മറ്റൊരാളില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അടുത്തയാൾ എഴുതിയിരിക്കുന്നത്, ഈ കിളവൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് വെറുതെ വന്നതല്ല, അയാൾ G20 ആസ്വദിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അയാൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും
ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ ഇതുപോലെ വിദേശികൾ അപമാനിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ എത്രയേറെ ബഹുമാനത്തോടെയാണ് വിദേശ രാജ്യങ്ങളിലുള്ളവരെല്ലാം കണ്ടിരുന്നത് എന്ന്. എന്നാൽ മോദി അതെല്ലാം ഒറ്റ സൗത്ത് ആഫ്രിക്കൻ സന്ദർശനത്തോടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി ഈ G20യുടെ എല്ലാ ആളുകളും നിൽക്കുന്ന ചിത്രം കണ്ടോ? മുൻപൊക്കെ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ മോദി നടുക്ക് നിൽക്കുന്ന ചിത്രം വന്നാൽ ഉടനെ കണ്ടോ മോദിക്ക് നടുക്കാണ് സ്ഥാനം കൊടുത്തത് എന്ന് മന്ദഭക്തർ വലിയ വീമ്പിളക്കുന്നതാണ്. ഇത് കണ്ടിട്ടാവണം ഏറ്റവും അങ്ങേയറ്റത്ത് എന്നതുപോലെ മോദിയെ ബലമായി പിടിച്ചു നിർത്തിയത്. ചില്ലറ നാണംകെട്ട പരിപാടിയല്ല മോദി കാണിക്കുന്നത്. ഈ G20യിൽ പങ്കെടുത്ത മോദി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രത്തലവന്മാരും അവിടെയും ഇവിടെയും ഏതാനും ട്വീറ്റുകൾ മാത്രമാണ് ചെയ്തത്. എന്നാൽ വെറും പൊള്ളയായ മോദിക്ക് രാജ്യത്തെ വിവേകമില്ലാത്ത ആളുകളുടെ മുന്നിൽ താൻ കേമനാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി ഓരോ കാര്യങ്ങളുടെയും ഫോട്ടോയും വീഡിയോയും പങ്കുവച്ച് 100 കണക്കിന് ട്വീറ്റ് ചെയ്യണം. അതാണ് മോദി അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മോദി എത്രത്തോളം ട്വീറ്റുകളാണ് ഇതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുകൊള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72. അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 72 ട്വീറ്റുകളാണ് ഓരോ ആളുകളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയും പങ്കുവെച്ചുകൊണ്ട് മോദിയുടെ അക്കൗണ്ടിൽ നിന്ന് വന്നത്. ഓരോ 10 മിനിറ്റിലും ഓരോ ട്വീറ്റ് വെച്ച് എന്ന തോതിലാണ് നാണമില്ലാതെ പുറത്തുവിടുന്നത്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇതിൽ എന്താണ് കുഴപ്പം എന്ന്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ട്വിറ്റർ അക്കൗണ്ടിൽ ഇതിനെക്കുറിച്ച് എത്ര ട്വീറ്റാണ് ചെയ്തത് എന്ന് കണ്ടുകൊള്ളൂ. വെറും 11 ട്വീറ്റുകൾ മാത്രമാണ് വികസിത രാഷ്ട്രമായ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത്. എന്നാൽ മന്ദഭക്തരുടെ പ്രധാനമന്ത്രിയായ മോദിയുടെ അക്കൗണ്ടിൽ നിന്ന് ഓരോ 10 മിനിറ്റിലും എന്നതുപോലെ ട്വീറ്റുകൾ വരുന്നു. ഞാൻ ഇതുവരെ എണ്ണിയത് 72 എണ്ണം. പിന്നെ എങ്ങനെ ലോകം കളിയാക്കാതെ ഇരിക്കും? ഇനി മോദിയുടെ യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത ചില വീഡിയോകൾ കണ്ടോ? വിദേശത്ത് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും നേതാക്കളുമായി വലിയ ചർച്ച നടത്തുകയാണ് എന്ന് പറഞ്ഞാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വലിയ ചർച്ചയിൽ വെറും നിശബ്ദതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒന്നിനും ശബ്ദമില്ല. മോദിയുടെ വിദേശയാത്രകളുടെ വീഡിയോകൾ എല്ലാം ഇങ്ങനെയാണ്, ശബ്ദമില്ലാത്ത 1900കളിലെ മൂക സിനിമ പോലെ. ഇതെല്ലാം ലൈവാണ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ലൈവ് ആകുമ്പോൾ എങ്ങനെയാണ് സൗണ്ട് കാണാതിരിക്കുക? ഇവിടെ മെലോണിയുമായി മീറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞു കൊടുത്ത 2 മിനിറ്റ് 32 സെക്കൻഡുള്ള വീഡിയോ. ആകെയുള്ള സൗണ്ട് ടെലിവിഷൻ ആങ്കർ പറയുന്നത് മാത്രമാണ്. ഈ വീഡിയോയുടെ യഥാർത്ഥ ലെങ്ത് വെറും 11 സെക്കൻഡ് മാത്രമാണ്. പിന്നെ ആ 11 സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തുന്നതിന്റെ ലൈവ് വീഡിയോ. ഇതിന്റെ ലെങ്ത് 2 മിനിറ്റ് 10 സെക്കൻഡാണ്. ഇതിലും ആകെയുള്ള ശബ്ദം TV ആങ്കർ പറയുന്നത് മാത്രമാണ്. ബൈലാറ്ററൽ മീറ്റിംഗ് നടത്തുന്ന ലൈവ് വീഡിയോയിൽ എങ്ങനെയാണ് ശബ്ദം ഇല്ലാത്തത്? ഇതിന്റെയും യഥാർത്ഥ ലെങ്ത് വെറും 6 സെക്കൻഡ് മാത്രമാണ്. ബാക്കിയുള്ളത് അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. ഇനി ജപ്പാന്റെ പ്രധാനമന്ത്രിയുമായി ബൈലാറ്ററൽ മീറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞ ലൈവ് വീഡിയോ. 1 മിനിറ്റ് 57 സെക്കൻഡുള്ള ഈ വീഡിയോയുടെ യഥാർത്ഥ ലെങ്ത് 14 സെക്കൻഡ് മാത്രമാണ്. ബാക്കിയുള്ളത് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെയും TV ആങ്കറുടെ ശബ്ദം മാത്രമാണ് ഉള്ളത്. അടുത്തതും ലൈവാണ്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റുമായി ബൈലാറ്ററൽ മീറ്റിംഗ് നടത്തുന്നതിന്റെ എന്ന് പറയുന്നു. ഈ ലൈവിലും ശബ്ദമില്ല, TV ആങ്കറുടെ ശബ്ദം മാത്രം. 5 മിനിറ്റ് 14 സെക്കൻഡ് നീളമുള്ള ഈ വീഡിയോയുടെ യഥാർത്ഥ ലെങ്ത് 26 സെക്കൻഡ് മാത്രമാണ്. അതിൽ കാണിക്കുന്നത് കൈ കൊടുക്കുന്നതും വെറുതെ ഇരിക്കുന്നതും മാത്രമാണ്. എവിടെയാണ് മീറ്റിംഗിൽ സംസാരിക്കുന്നത്? എങ്ങനെയാണ് ഇത് ലൈവ് ആകുന്നത്? അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി
ആന്റണി ആൽബനീസുമായി ചർച്ച നടത്തുന്നതിന്റെ ലൈവ് വീഡിയോ ആണ് ഇത്. 2 മിനിറ്റ് 45 സെക്കൻഡുള്ള ഈ വീഡിയോയുടെ യഥാർത്ഥ ലെങ്ത് 1 മിനിറ്റ് 30 സെക്കൻഡാണ്. അതിലേതാണ്ട് 2-3 സെക്കൻഡ് ഒഴികെയുള്ള സമയം മുഴുവനും കാണിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നതാണ്. മോദി അത് കേൾക്കുമ്പോൾ എന്തോ മനസ്സിലായ രീതിയിൽ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. മോദി സംസാരിക്കുന്നത് 2-3 സെക്കൻഡ് മാത്രമാണ് കാണിക്കുന്നത്. എന്ത് ചർച്ചയാണിത്? ഇനി അടുത്തതും ലൈവാണ്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് മോദിയെ വെൽക്കം ചെയ്യുന്നതിന്റെ, അതും നിശബ്ദ ചിത്രമാണ്. 1 മിനിറ്റുള്ള ഈ വീഡിയോയുടെ 40 സെക്കൻഡും മോദി വെറുതെ നടക്കുന്നതാണ് കാണിക്കുന്നത്. യാതൊരു ശബ്ദവും ഇല്ലതാനും. ഇനി മോദി ലോക നേതാക്കളുമായി ഹൃദയപൂർവമായ സംഭാഷണം നടത്തുന്നതാണ് എന്ന് പറഞ്ഞ് പങ്കുവച്ച വീഡിയോ. ഇതിനും പരിപൂർണമായി ശബ്ദമില്ല. 1 മിനിറ്റ് 7 സെക്കൻഡ് നീളം മുഴുവൻ കാണിക്കുന്നത് മോദി ഓരോരുത്തരെ കെട്ടിപ്പിടിക്കുന്നതാണ്. ഇതാണോ ഹാർട്ട് വാർമിംഗ് എക്സ്ചേഞ്ച്? നിങ്ങളെ ഇത്രയേറെ നിശബ്ദ ചിത്രങ്ങൾ കാണിച്ച് ബോറടിപ്പിച്ചതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ വിശ്വഗുരുവിനെ സൗത്ത് ആഫ്രിക്കക്കാർ ഭൂലോക മണ്ടത്തരം കാണിക്കുന്ന ആൾ എന്ന് പറഞ്ഞ് തുറന്ന് കളിയാക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു ഗതികേട് എത്ര വലുതാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സ് വേദനിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?